ദിലീപിന്റെ കേസിൽ 28 സാക്ഷികളും കാശ് മേടിച്ച് കൂറുമാറി എന്നാണ് പ്രോസിക്യൂഷനും പോലീസും മാധ്യമങ്ങളും നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്ന വാദം. ഇനി ഈ കാശ് മേടിച്ച് കൂറുമാറിയ 28 സാക്ഷികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നായിട്ട് നമുക്ക് കൂറുമാറ്റം എന്താന്ന് നോക്കാം. അതായത് നമ്മളൊരു കേസിൽ പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി സാക്ഷിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചെത്തുന്നു. സാക്ഷി പറയുന്ന മൊഴി പോലീസ് റെക്കോർഡ് ചെയ്യുന്നു. അതിന് താഴെ സാക്ഷിയെ കൊണ്ട് ഒപ്പുവെപ്പിക്കുന്നു. സാക്ഷി പറഞ്ഞ മൊഴി മുഴുവനും വായിച്ചു കേൾപ്പിച്ച ശേഷം മാത്രം ഒപ്പുവെപ്പിക്കാന്നാണ് നിയമങ്ങളിലുള്ളതെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. ഇതേ മൊഴി തന്നെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ കോടതിയിലും പറയണം, അല്ലെങ്കിൽ അത് കൂറുമാറിയ സാക്ഷിയായിട്ട് കണക്കാക്കും. ഇനി ദിലീപിന്റെ കേസിൽ കൂറുമാറിയ 28 പേരെ ആരൊക്കെയാന്ന് നോക്കാം. ദിലീപിന്റെ ബ്രദർ അനൂപ്, ദിലീപിന്റെ ബ്രദർ ഇൻ ലോ സൂരജ്, കാവ്യമാധവന്റെ ബ്രദർ മിഥുൻ, ഈ ബ്രദറിന്റെ ഭാര്യ റിയ, പിന്നെ കാവ്യമാധവൻ, നടൻ സിദ്ദിഖ്, ഭാമ എന്നിവരൊക്കെയാണ് കൂറുമാറിയത്. ഇത്രയും ദിലീപിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ദിലീപിനെതിരായിട്ട് മൊഴി കൊടുക്കുകയും പിന്നീട് കോടതിയിൽ വന്നപ്പോൾ ദിലീപിനോട് കാശ് മേടിച്ച് ദിലീപിന് അനുകൂലമായിട്ട് അവർ മൊഴി കൊടുത്തു. ഇങ്ങനെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ആര്? ദിലീപിന്റെ ഭാര്യ കാവ്യമാധവനോ, അതോ ദിലീപിന്റെ അടുത്ത സുഹൃത്തായ സിദ്ദിഖോ, അല്ലെങ്കിൽ ദിലീപിന്റെ അനിയൻ അനൂപോ, ഇവരൊക്കെ ദിലീപിനോട് കാശ് മേടിച്ച് കൂറുമാറി. ഇതാണോ പ്രോസിക്യൂഷൻ പറയുന്നത്? ഇതുപോലെയുള്ള ഡസൻ കണക്കിന് ചീട്ടുകൊട്ടാരങ്ങളാണ് ഇന്നലെ പൊളിഞ്ഞു വീണത് ദിലീപ് കുറ്റവിമുക്തനായത്. പെട്ടെന്ന് ഒരാൾ കേൾക്കുമ്പോൾ 28 സാക്ഷികളും കൂറുമാറി. പക്ഷെ ഈ കേസിന്റെ ഡെപ്തിലേക്ക് പോയാൽ മാത്രമേ ഈ 28 സാക്ഷികൾ ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.